ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊന്നും ബ്രോഡ്വേ വരെ കറങ്ങാൻ പോകാൻ വിചാരിച്ചു. ഞാനാണെങ്കിൽ മെട്രോ കയറിയിട്ട് നമ്മൾ MG റോഡിൽ ഇറങ്ങി. അഗേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മെട്രോയിലല്ല, അഗേട്ടൻ MG റോഡിൽ അവിടെ HDFCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു. പോസ്റ്റായിരുന്നു കുറച്ച്. എപ്പോഴും നേരത്തെ അഗേട്ടൻ എത്താറുണ്ട്. ഇന്ന് ലേറ്റായി പോയപ്പോൾ നമുക്ക് ഇവിടെ നടക്കാനുള്ള ദൂരെയുള്ള ബ്രോഡ്വേ അവിടെ ഞാൻ പറഞ്ഞ എന്നാൽ MGയിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു ഈവനിങ് വൈബല്ലേ, ഒന്ന് നടന്നിട്ട് ആസ്വദിച്ച് കമൻറ്റൊക്കെ ചെയ്തിട്ട് അങ്ങ് പോവാന്ന്. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ മാർക്കറ്റ് റോഡ് എത്തിയിട്ടുണ്ട്. മെയിൻ ഉദ്ദേശം ബ്രോഡ്വേ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ത്രെഡ് ഐറ്റംസ് വാങ്ങണമായിരുന്നു. അത് ത്രെഡ് ഹൗസ് പോലത്തെ ഏതെങ്കിലും ഹൗസിൽ പോയിട്ട് വല്ലതും വാങ്ങണമായിരുന്നു. ഇന്ന സാധനം വാങ്ങണമെന്നൊന്നുമില്ല, കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രോഡ്വേയിൽ ഇതുവരെ പോയിട്ടില്ല അങ്ങനത്തെ സാധനം തേടിയിട്ട്. പക്ഷെ അന്നൊരു ദിവസം ക്രിസ്മസിൻ്റെ എന്തോ സാധനം വാങ്ങാൻ പോയപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കടകൾ. അവിടെ പോകാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ നമ്മൾ ആർട്ടിഫിഷ്യൽ ചെടിയില്ലേ, അങ്ങനത്തെ ഒരു വലിയൊരു കട ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, ഈ സൺഫ്ലവറൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. അത് ശരിക്കും ഒറിജിനൽ സൺഫ്ലവർ പോലെയുണ്ട്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പൊടി വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കേണ്ടി വരും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം 2-3 ആൾക്കാർ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ 2 ആൾക്കാർ വന്നാൽ തന്നെ തിരക്കായല്ലോ അവിടെ. നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് റേറ്റ് കൂടുതലായ പോലെ തോന്നിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ നേരം കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു കാലിക്കറ്റ് ഹൽവ കട എന്ന് പറഞ്ഞൊരു കട കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫേമസ് കടയാണ് മാർക്കറ്റിൽ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. ദ കാലിക്കറ്റ് ഹൽവ ആൻഡ് ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ കടല വാങ്ങിച്ചിരുന്നു, മസാല കടല, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. കണ്ടപ്പം വാങ്ങാൻ തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ എടുത്ത് കഴിക്കാം. ഇവരിങ്ങനെ മുകളിൽ വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം, നമുക്ക് അതിൽ തന്നെയാണ് അവരെടുത്ത് തരുകയും ചെയ്യുക. ടേസ്റ്റ് നോക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരുകയൊക്കെ ചെയ്യും. നമ്മൾ 2-3 സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ട ഇതിൽ. അതായത് ഓരോന്നായിട്ട് എടുത്ത് അവിടുത്തെ എല്ലാ സ്വീറ്റ്സും നമുക്ക് അത്രയല്ലേ വേണ്ടു. അപ്പോൾ എല്ലാം കൂടെ 1/4 കിലോ, മിനിമം 1/4 കിലോ എങ്കിലും വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ തരില്ല ഒരു സാധനങ്ങളും. പിന്നെ കുറേ ഇത് നമ്മൾ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിട്ടില്ല, പക്ഷേ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിക്സഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കൂലേ, മിക്സഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് മുഴുവനും, അങ്ങനെ ഒരു പാക്ക് ഫുൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചില്ല. നമ്മൾ വേഗം അങ്ങ് ഇറങ്ങി, കാരണം നമ്മളിത് വാങ്ങാനല്ലല്ലോ വന്നത്. അങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മളെ ചട്ടി കണ്ടത്. ഒരു കടയിൽ സൈഡിലോട്ട് കടന്നു പോയപ്പോഴത്തേക്ക് ചട്ടി കണ്ട്. ചട്ടി ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചാൽ ചട്ടിയും കൂടെ വാങ്ങാമെന്ന്. അങ്ങനെ ഒരു ബ്ലാക്ക് ചട്ടിയും പിന്നെ ഇത് ബ്രൗൺ ചട്ടിയും ഉണ്ടായിരുന്നേ. അപ്പോൾ ഏത് വാങ്ങണം നല്ല കൺഫ്യൂഷനായിരുന്നു. അത്യാവശ്യം ഒരു വലുത് വാങ്ങാൻ വിചാരിച്ചത്, കുഞ്ഞായിപ്പോയില്ലേ. വലുത് വാങ്ങാൻ ഉദ്ദേശിച്ചത് 2-3 ദിവസത്തേക്കുള്ള മീൻകറി വറ്റിച്ച് മുളകിട്ട് വെക്കാമല്ലോ. അപ്പം ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 3 നേരത്തെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ 2ാമത്തെ ദിവസത്തേക്ക് അങ്ങനെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി വെക്കാമെന്ന് വിചാരിച്ച് വലിയ ചട്ടി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കറുപ്പ് മാറ്റിയിട്ട് ഇതെടുത്തിരിക്കുന്നുണ്ട്, നമ്മളെ സാധാരണ ഈ കളർ ചട്ടി. അങ്ങനെ ഭരണിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭരണിക്കെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫെയറൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് സമയത്ത് ഒരു സെക്ഷൻ മുഴുവനും കുറേ ക്രിസ്മസിൻ്റെ സാധനങ്ങളുള്ള കടകളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറിയിട്ട് അവിടെ മെയിൻ സാധനങ്ങൾ, അവിടെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ത്രെഡ് ഹൗസെല്ലാം അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം പോയപ്പോഴത്തേക്ക് കട മാറിപ്പോയി. ആദ്യം ഫാൻസിയിലായിരുന്നു പോയത്. കണ്ടപ്പോൾ എനിക്ക് ത്രെഡ് ഹൗസ് പോലെ തോന്നിയിട്ട് ഞാൻ അവിടെ കയറിയതാട്ടോ. നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് നമുക്ക് കടകളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഹോൾസെയിൽ കടയായിരുന്നു. പക്ഷേ ബീച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റായിട്ടൊന്നും കിട്ടൂല. ഇത്രയും ക്വാണ്ടിറ്റി തന്നെ വാങ്ങണം. ഞാൻ അധികം ഇതിൽ ഇറങ്ങാത്തതുകൊണ്ട് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ. ഈ ഒരു ബഞ്ച് ഓഫ് ബീച്ചിന് 120 രൂപയും കൂടെ ആയിരുന്നു. അപ്പോൾ അത്രയും വാങ്ങേണ്ട, വെറുതെ എന്തിനാ പൈസ കളയുന്നത്. കുറച്ച് വെറൈറ്റീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇവിടെയൊക്കെ കിട്ടുന്ന സാധനം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഈ വർക്ക് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിസൈനിങ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ കട ഒരു ബെസ്റ്റായിട്ട് തോന്നി. അടിപൊളിയാണ്. കാരണം ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങുന്നതിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. 120 രൂപക്ക് ഭയങ്കര വേർത്താണ് അത്രയും ക്വാണ്ടിറ്റി വാങ്ങുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ള കടയിൽ, കണ്ണൂരിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ച കടയിൽ ഒരു ചെറിയ പാക്കറ്റിന് 30 രൂപയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 120 രൂപക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. പക്ഷെ എനിക്ക് അത്രയും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പെയിൻറ്റ് ചെയ്യാന്നുള്ള ഇതിൽ ചെറിയൊരു മനസ്സിലൊരു പെയിൻറ്റിങ് ആഗ്രഹങ്ങളുണ്ടോണ്ട് ഒരു ക്യാമലിൻ്റെ ഒരു പെയിൻറ്റിങ് സെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ സെറ്റ് വേണ്ടാന്ന് ഇതിലില്ല. നമ്മൾ ചെറിയൊരു സെറ്റ് നോക്കി. ഇതിനെ കാരണം നമ്മൾ അത്രയും ക്രാഫ്റ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ സെറ്റ് നോക്കിയിട്ട് 6 എണ്ണത്തിൻ്റെ ഒരു ഷെയ്ഡ് 10 ml വീതമുള്ളത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
ഡ്രോയിങ് ഇതില്ലേ സ്റ്റാൻഡ്, അതിൻ്റെ കുഞ്ഞതുണ്ടായിരുന്നു ഡ്രോയിങ് സ്റ്റാൻഡിൻ്റെ. അത് കണ്ടപ്പോഴത്തേക്ക് അതും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടയിൽ അത്യാവശ്യം പൈസയുണ്ട്, പക്ഷേ ബാക്കിയുള്ള കടകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് വേറെ ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരൊന്ന് സജസ്റ്റ് ചെയ്യണം, കാരണം എനിക്ക് അധികം കടകൾ അറിഞ്ഞുകൂടെ എറണാകുളത്ത്. എനിക്ക് കണ്ണൂർ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം വാങ്ങി, ഈ ജൂട്ടിൻ്റെ ഒരു കയറാണ് കേട്ടോ, അതങ്ങനെ വാങ്ങി. പിന്നെ ഒരു കോട്ടൻ്റെ കയറ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വേറൊരു കടയും കൂടെ കണ്ട്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് ആവേശമായി, എന്നാൽ അവിടെയും കൂടെ കയറാം. പോകുന്ന വഴി ഉടനീളം നമ്മളെ കുറേ ടോയ്സ് അങ്ങനെ 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 പല ഫാൻസി സാധനങ്ങളെല്ലാം ഉള്ളൊരു കട കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും കയറിയിട്ടുണ്ടായില്ല. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് കയറാണ്ടുന്നത്. അങ്ങനെ ആ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഈ ഒരു ത്രെഡ് ഹൗസ് കണ്ടത്. ജോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ത്രെഡ് ഹൗസ്. പണ്ടേ ഉള്ളതായിരിക്കും, ഇതുവരെ ഞാൻ കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം സാധനങ്ങളും അവിടെയുണ്ട്. മറ്റേ നേരത്തെ പോയിടത്തൊന്നും നമ്മൾ മീറ്റർ അനുസരിച്ചിട്ട് മുറിച്ച് വാങ്ങാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരെ തിരിച്ച് ഇവിടെ പോയപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് മീറ്റർ അനുസരിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ലേസൊക്കെ ഉണ്ട്, അതൊക്കെ പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ചെറിയ റേറ്റിലേയും വരുന്നുണ്ട്, വലിയ റേറ്റിലേയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലൗസിൻ്റെ അറ്റത്തോ സാരീൻ്റെ അറ്റത്തോ ഇങ്ങനത്തെ മീറ്റേഴ്സ് അനുസരിച്ചിട്ട് ഇത് വാങ്ങണമെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഒരു ചെറിയൊരു ലെങ്ത്തുള്ള വാങ്ങിയിട്ടുണ്ടായിരുന്നു, 10 രൂപയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 20 രൂപ അവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം സമയം ഉണ്ടായിരുന്നില്ല, അധികം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ശീലവും ഇല്ലാത്തതുകൊണ്ട്, അവിടെ വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് അധികം നോക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ സ്ഥലം കണ്ടു, നമ്മളെ കമ്മൽ കട. കുറേ നാളായി കമ്മൽ വാങ്ങിയിട്ട്, കുറേ നാളായി ഞാൻ കമ്മൽ വാങ്ങിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആകാംക്ഷ. പുതിയ കമ്മലൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും ഇട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുതിയ കമ്മൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് വാങ്ങാമെന്ന്. അങ്ങനെ ഈ ഒരു കറുപ്പ് കമ്മൽ കണ്ടപ്പോഴത്തേക്ക് അതെനിക്കിഷ്ടമായി. പിന്നെ ഇതിനൊക്കെ 100 രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ. നേരത്തെ കറുപ്പ് കമ്മൽ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ, 30, 20 അങ്ങനെ 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 ഒരു 150 വരെ പോകുന്ന റേഞ്ചിൽ ഇവരെ കമ്മലുള്ളൂ. പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കണ്ണൂരിൽ നിന്നൊക്കെ നമ്മൾ ഫെയറിനൊക്കെ പോയിട്ട് വാങ്ങിയത് 300-400 റുപ്യെല്ലാം ആവാറുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 150 രൂപേൻ്റെ, അതായത് വാങ്ങുന്നതിൻ്റെ, നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങുന്നതിൻ്റെ പകുതി പൈസയൊക്കെ നമുക്ക് ഇവിടുന്ന് കമ്മൽ കിട്ടും. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു കമ്മലാണ് ഇത് ഈ കാണുന്നത്. ഇതും നല്ല അടിപൊളി കമ്മലായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വല്ല പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൂട്ടാവുന്നൊരു കമ്മലായിരുന്നു. എന്നിട്ട് ഞാൻ അഗേഡിനോട് പറഞ്ഞു അധികം ഇവിടെ നിന്ന് ശരിയാവില്ല, കുറച്ച് ഞാൻ ചിലപ്പോൾ കട തന്നെ വാങ്ങിക്കളയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ പേയും കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, കാരണം ഇനി എന്ത് വാങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളൊരു സാധനം കണ്ടത്. കുറേ നാളെ ഞാൻ അഗേഡിനോട് പറയുന്നത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതുവരെ എനിക്ക് അവൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവോയ്ഡ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒരോട്ട് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ആ സാധനം, പാനിപ്പൂരിയാണ്. കഴിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണം, കഴിക്കാത്തവരും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെ കഴിക്കാത്തതുകൊണ്ടാണ് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നത്, പക്ഷേ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സെറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അഗേഡിന് ഇത് പലതവണ കഴിച്ചിട്ടേ, പക്ഷെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറേ ഇതിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രോഡ്വേയിലുള്ള തന്നെ കട തന്നെയായിരുന്നു. അത് നൈസ് കടയായിരുന്നു കേട്ടോ. പുള്ളി നല്ല നീറ്റായിട്ട് പുള്ളീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്കൊരു കട കാണുമ്പോൾ കഴിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ ഒരു കടയായിരുന്നു അത്. അവിടെ പോയപ്പോഴത്തേക്ക് നമ്മളൊരു സെറ്റ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സ്പൈസി അല്ലാണ്ട് ആദ്യം ഒരു സ്പൈസി ടൈപ്പാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കുറച്ച് മധുരം കൂടി ആഡ് ചെയ്തിട്ട് നോക്കിക്കോളൂ, അതായത് നമ്മൾ സോസ് അതും കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്ക് വേർത്തിനൊരു ടേസ്റ്റ്. അപ്പോൾ സോസ് ആഡ് ചെയ്തത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായത്, നല്ല ഉണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം എനിക്ക് അധികം ഇഷ്ടമായില്ല, ഞാൻ വെള്ളം കുറച്ചിട്ട് അങ്ങനെ കഴിക്കുക ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു പാനിപ്പൂരി. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പാനിപ്പൂരി. ഫുഡിൻ്റെ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവില്ല, ആ ഫുഡ് കഴിക്കണം, ഈ ഫുഡ് കഴിക്കണം. അങ്ങനെ ഈ പാനിപ്പൂരി ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ആ ആഗ്രഹം ഏകദേശം കുറഞ്ഞു കിട്ടി. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ജസ്റ്റ് നല്ല കടയിലൊക്കെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ബസ് കയറുകയാണ്. വൈറ്റ്ലയിലേക്ക് ബസ്സാണ്, ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും. ചില ബസ് നല്ല തിരക്കുണ്ടാവും, വലിയ ആളും തിരക്കില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ബസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഇവിടുത്തെ പച്ച കളർ ബസ്സാണ്, മാക്സിമം പച്ച കളർ ബസ്സാണ്. അതുകൊണ്ട് വൈറ്റ്ലയിലേക്ക് പോകുന്നവരെല്ലാം പച്ച കളറിൽ ബസ്സിൽ കയറിയാൽ മതി, വേഗം മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു, നേരെ വൈറ്റ്ലയിലേക്ക്. ഇനി വേറെ എങ്ങോട്ടും ഇല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ബ്രോഡ്വേ വ്ളോഗായിരുന്നു. വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി, കഴിക്കേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് ലാൻഡ് ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.